വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന 4, 5, 6, 7 ഈ 4 ചാപ്റ്ററിലെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാവും നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 4, 5, 6, 7 അതിനകത്തിലെയാണ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ ആദ്യത്തെ 3 പാഠത്തിലേക്ക് ചിലപ്പം 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ കാണും കേട്ടോ. എന്നാലും നമ്മൾ കൂടുതലായിട്ടും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ 4 ചാപ്റ്റർ കേട്ടോ. 4, 5, 6, 7 ചാപ്റ്ററാണ്. നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങളത് എഴുതി കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. നമ്മളെ ബേസിക് സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും അതുപോലെ തന്നെ മാത്സും കേട്ടോ. 5ാം ക്ലാസ്സിലെ ഒരുവിധമുള്ള എല്ലാം നിങ്ങൾ ആ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം കേട്ടോ. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ടെസ്റ്റ് മാറിയത് കൊണ്ട് നമ്മളെല്ലാം അതിനകത്തുള്ള അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5, 6, 7, 8 ഒക്കെ നമ്മുടെ ചാനലുണ്ട് കുഞ്ഞുങ്ങളെ. ഇപ്പം നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ ഈ 4 ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലുണ്ട്. പ്രധാനപ്പെട്ടത് നോക്കി കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചോ, പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട, അന്നേരം തന്നെ അങ്ങ് പഠിക്കാം കേട്ടോ. ഭൂമിയുടെ ഉപഗ്രഹം ഏത്? വിച്ച് ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്? ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. ഭൂമിയുടെ ഉപഗ്രഹം ഏത്? വിച്ച് ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്? മൂൺ കേട്ടോ, ചന്ദ്രനാണ്. വാട്ട് ഈസ് ഓർബിറ്റ്? എന്താണ് ഓർബിറ്റ്? ഓർബിറ്റിൻ്റെ ഒരു മുട്ടായിയൊക്കെ ഉണ്ടല്ലേ, പശു അല്ലേ, ടി വിക്കകത്ത് കണ്ടിട്ടില്ലേ പശു ഓർബിറ്റിൻ്റെതൊക്കെ. ഇപ്പോൾ അത് കാണുന്നില്ല അല്ലേ. എന്താവും നിങ്ങൾ ഈ ഓർബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരിക്രമണ പദം എന്നാണ് അർത്ഥം കേട്ടോ. പരിക്രമണ പദം കേട്ടോ. ദ പാത്ത് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഈസ് കാൾഡ് ദ ഓർബിറ്റ്. ദ പാത്ത് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഈസ് കാൾഡ് ദ ഓർബിറ്റ്. ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് പരിക്രമണ പദം എന്ന് പറയുന്നത്. ആകാശഗോളങ്ങളുണ്ടല്ലോ, നമ്മൾ ആ സ്കൈ നിയർ അറ്റ് അല്ലേ, ഫാർ എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ടതേ ഉള്ള കുഞ്ഞുങ്ങളെ ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് പരിക്രമണ പദം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത 3ാമത്തത്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആർട്ടിഫിഷ്യൽ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട കേട്ടോ, ആര്യഭട്ട. 4ാമത്തെ, നെയിം ഓഫ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. നമ്മുടെ സൗരയൂഥം, സോളാർ സിസ്റ്റം എന്നാൽ എന്ത്? അതൊക്കെ അറിയാമോ? ഈ സോളാർ സിസ്റ്റത്തിലെ, അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഈ മൊത്തം 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കേട്ടോ. അതിൽ പ്ലൂട്ടോ ഇല്ല ഇപ്പം കേട്ടോ. അപ്പോൾ ബാക്കി 8 എണ്ണം ഉണ്ട്. മെർക്കുറി, വീനസ്, എർത്ത്. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് 4ാമത്തെ ഗ്രഹം ഏതാ, അല്ലെങ്കിൽ 3ാമത്തെ ഏതാ, 6ാമത്തെ ഏതാന്നൊക്കെ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ ഓർഡറിൽ തന്നെ അങ്ങ് പഠിക്കണം. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. 8 എണ്ണം പഠിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് സോളാർ സിസ്റ്റം? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സൗരയൂഥത്തിലെ അല്ലെ സോളാർ സിസ്റ്റത്തിലെ 8 ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അത് ഓർഡറിൽ തന്നെ പഠിക്കണം. അടുത്ത എന്താണ് സോളാർ സിസ്റ്റം? ഈ സൗരയൂഥം എന്നാൽ എന്താവും നിങ്ങളെ? നമ്മുടെ സൂര്യനും ആ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് ആസ്ട്രോയിഡ്സ്, മെട്രോയിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് ഇത്രയും പഠിച്ചാൽ മതി. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത് കേട്ടോ. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സണ്ണ്, ദ പ്ലാനറ്റ് എറൗണ്ട് ദ സണ്ണ്. The solar system consists of the sun, the planet around the sun, സാറ്റലൈറ്റ് അല്ലേ, സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും, പിന്നെ ദ പ്ലാനറ്റ് അല്ലേ, പ്ലാനറ്റ് എന്നാ എപ്പോഴും പറയുന്നത് അല്ലേ, അത് തന്നെ പ്ലാനറ്റ്, എറൗണ്ട് ദ സണ്ണ്, സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. ഇതുപോലെ തന്നെ പഠിക്കണം കുഞ്ഞുങ്ങളെ. സൗരയൂഥം എന്നാൽ എന്ത്? നമ്മുടെ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റം എന്നാൽ എന്ത്? ഈ 5 എണ്ണം ഓക്കെ ആണോ? അതുപോലെ തന്നെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. 6ാമത്തെ ചോദ്യം. 6ാമത്തെ
ഇങ്ങനെ, അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിൻ്റെ പ്രൈമറി പർപ്പസ്, അതിൻ്റെ ഉപയോഗം, കൃത്രിമ ഉപഗ്രഹങ്ങളും അതിൻ്റെ പ്രധാന ഉപയോഗങ്ങളും ഏതെല്ലാമാവും കുഞ്ഞുങ്ങളെ? കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കേട്ടോ. കൃത്രിമ ഉപഗ്രഹങ്ങൾ, അതായത് ഇൻസാറ്റ് എന്ന് പറയുന്നുണ്ട്. INSAT എന്ന് വെച്ചാൽ ഇൻസാറ്റ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഇൻസാറ്റ്? അതായത് വാർത്താവിനിമയത്തിനാണ് കേട്ടോ. വാർത്താവിനിമയം എന്ന് വെച്ചാൽ എന്താ? വാർത്താവിനിമയം നമ്മൾ ഈ ടി വിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ? ടി വി ആയാലും അല്ലേ, ടി വിയിലുള്ള ഓരോ സ്ഥലത്തെയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നില്ലേ ഇപ്പം? അപ്പോൾ അത് ഇൻസാറ്റാണ്. അതുപോലെ തന്നെ എഡ്യൂസാറ്റ് ഉണ്ട് കേട്ടോ. EDUSAT, എഡ്യൂസാറ്റല്ലേ കേട്ടോ. എഡ്യൂ എന്ന് കേൾക്കുമ്പോഴേ അറിയാം എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതാണ്? എഡ്യൂസാറ്റ്. അപ്പോൾ ഓരോന്നും നിങ്ങളോട് ചോദിക്കും, ഇപ്പോൾ ഇൻസാറ്റ് എന്താണ്? INSAT കേട്ടോ. ഇൻസാറ്റ് എന്താണ്? എഡ്യൂസാറ്റ് എന്താണ്? അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കണം. എഡ്യൂസാറ്റ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമായിട്ടുള്ളതാണ്. ഇൻസാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമാണ്. അടുത്ത IRNSS കേട്ടോ. NSS ഉണ്ട് സ്കൂളിൽ അല്ലേ. IRNSS വെച്ചാൽ നേവിഗേഷൻ, നേവി കേട്ടോ. ഗതി നിർണ്ണയിക്കാനേ, നമ്മൾ ഈ കപ്പലൊക്കെ വരുന്നതും അതിൻ്റെയൊക്കെ ദിശ അറിയാൻ ഗവി കേട്ടോ, ഗതി നിർണ്ണയിക്കാനാണ്. അടുത്തത് കാർട്ടോസാറ്റ് എന്നുണ്ട് കേട്ടോ. കാർട്ടോസാറ്റ് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, നമ്മുടെ ഭൗമ നിരീക്ഷണമാണ് കാർട്ടോസാറ്റ്. തിരിഞ്ഞു പോകല്ലേ. ആസ്ട്രോസാറ്റ് ഉണ്ട്, അത് കേൾക്കുമ്പോഴേ അല്ലേ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് അല്ലേ, ജ്യോതിശാസ്ത്ര പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആസ്ട്രോസാറ്റ്. ഇനി ഒരു GSAT 7ഉം എമിസാറ്റും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരുമിച്ച് അങ്ങ് വായിക്കുന്നതാണ്. GSAT, EMISAT, എമിസാറ്റ് എന്നൊക്കെ എന്ന് വെച്ചാൽ ഡിഫൻസ്, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ എത്രണ്ണം പഠിച്ച് നിങ്ങളതൊന്ന് നോക്കണേ. ഇൻസാറ്റ് കേട്ടോ, ഏതൊക്കെയാണ് നോക്കിക്കേ. ഇൻസാറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂസാറ്റ്, പിന്നെ IRNSS, കാർട്ടോസാറ്റ്, ആസ്ട്രോസാറ്റ്, അതുപോലെ GSAT അല്ലെങ്കിൽ എമിസാറ്റ് ഒക്കെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കണം കേട്ടോ. ഇതിൽ ഏതെങ്കിലും 2-3 തിരിച്ചു മറിച്ചു കേട്ടോ ഷഫിൾ ചെയ്തിട്ടിട്ട് മാച്ച് ചെയ്യാനോ ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. 6. അടുത്ത 7ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചാപ്റ്ററിനകത്തിലെ എന്താണ് ഹൈഡ്രോപോണിക്സ്. ഇറ്റ് ഈസ് ദ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോവിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോപോണിക്സ് എന്നാൽ എന്ത്? മണ്ണില്ലാതെ, മുറ്റത്ത് മണ്ണൊന്നും ഇല്ലാതെ പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണില്ല, നമ്മൾ മുറിക്കകത്തൊക്കെ മണ്ണൊന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പോഷക ലായനി നമ്മൾ ഓരോന്നിൻ്റെയൊക്കെ ഇപ്പോൾ തേയിലയുടെയൊക്കെ ബാക്കി വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അത് അങ്ങനെയൊക്കെയുള്ള പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ സീഡ് ഡിസ്പേഴ്സൽ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഈ നോട്ട് അങ്ങ് പഠിക്കണം കേട്ടോ. സീഡ് ഡിസ്പേഴ്സൽ എന്ന് വെച്ചാൽ വിത്ത് വിതരണം എന്നാൽ എന്താണ്? സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ് ഫ്രം മദർ പ്ലാന്റ് ഈസ് ക്യാരിഡ് ടു ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. നമ്മുടെ മാതൃസസ്യത്തിൽ നിന്നും വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. മാതൃസസ്യത്തിൽ നിന്ന് വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുത്തുന്നതാണ് വിത്ത് വിതരണം കേട്ടോ. ഇത് പല രീതിയിലുണ്ട് ഈ വിത്ത് വിതരണം കേട്ടോ. ഡിസ്പേഴ്സൽ തന്നെ പല വിധമുണ്ട്. നമ്മൾ അതിൻ്റെ ആ ചാപ്റ്ററിൽ നല്ലപോലെ അത് പഠിച്ചതാണ്. സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ് ഫ്രം മദർ പ്ലാന്റ് ഈസ് ക്യാരീഡ് ടു ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് കേട്ടോ. എന്താണ് എക്സ്റ്റിങ്ഷൻ? വംശനാശം സംഭവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ? എന്താണ് ഈ എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എക്സ്റ്റിങ്ഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ദെയർ ഡിസപ്പിയറൻസ് ഫ്രം ദ എർത്ത്. അതായത് ജീവികളുടെ എണ്ണത്തിൽ അങ്ങ് കുറഞ്ഞിട്ട് അവ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്ന അവസ്ഥയാണ് വംശനാശം എന്ന് പറയുന്നത്. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്നും അങ്ങ് ഇല്ലാതാകുന്ന അവസ്ഥയാണ് വംശനാശം സംഭവിക്കുക എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റ്റിങ്ഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ ഓർഗാനിസം ആൻഡ് ദെയർ ഡിസപ്പിയറൻസ് ഫ്രം ദ എർത്ത്. 9 ഓക്കെയാണ്. അടുത്ത 10ാമത്തെ, ഈ നമ്മൾ പറഞ്ഞു ഡിസ്പേഴ്സൽ പല വിധം ഉണ്ട് കേട്ടോ. നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് പല വിധം ഉണ്ട്. പൊട്ടിത്തെറിക്കുന്ന വിത്തുകളുണ്ട് കുഞ്ഞുങ്ങൾ, അത് തന്നെ ഒരു 2-3-4 പഠിക്കാനുണ്ട്. അതിൽ പൊട്ടിത്തെറിക്കുന്നതുണ്ട് കേട്ടോ. സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ ഡെഹിസെന്റ് കേട്ടോ. ഡെഹിസെന്റ് എന്താണ്? സം പ്ലാന്റ്സ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദേ റൈപ്പൺ.
അതായത് ചില സസ്യങ്ങളുടെ കായ നല്ലപോലെ പഴുക്കുമ്പോഴേ അത് പൊട്ടിത്തെറിക്കും. അതുമൂലം അതിൻ്റെ വിത്തുകൾ അകലേക്ക് തെറിച്ചു പോകപ്പെടുന്നു കേട്ടോ. ഉദാഹരണത്തിന് ഈ ബോൾസത്തിൻ്റെ ചെടി ഉണ്ടോ നിങ്ങളെ മുറ്റത്തൊക്കെ, നിങ്ങളുടെ ബോൾസത്തിൻ്റെ ചെടി ഉണ്ടെങ്കിൽ അത് നല്ലപോലെ അതിൻ്റെ കാ പഴുത്തതിന് ശേഷം എന്തെന്നറിയോ, അത് തന്നെ അതിൽ തന്നെ നിന്ന് പൊട്ടിത്തെറിക്കുക. അപ്പോൾ അതിൻ്റെ എന്താ കറുത്ത കുരു എന്താ അവിടെ അല്ല. അതുപോലെ തന്നെ വെണ്ടയുണ്ടല്ലോ, അത് പയറ്, പിന്നെ റബ്ബറിങ്ക, ഇതെല്ലാം എന്താണ് അതിൽ തന്നെ നിന്ന് പൊട്ടി തെറിച്ച് ദൂരേക്ക് പോകുന്നത്. സം പ്ലാന്റ്സ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് എന്താ വെൻ ദേ റൈപ്പൺ അല്ലെ. റബ്ബറും ബോൾസവും ലേഡീസ് ഫിംഗറും മസ്റ്റാർഡ്, അതൊക്കെ കേട്ടോ, മസ്റ്റാർഡ് കേട്ടോ. ചില സസ്യങ്ങളുടെ കായ പാകമാകുമ്പോൾ പൊട്ടിത്തെറിക്കുക മൂലം വിത്തുകൾ അകലേക്ക് എത്തിപ്പെടുന്നു അല്ലേ. ഇതിന് ഉദാഹരണം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ എന്താണ് സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ ഡെയ്സെന്റ് അല്ലേ, പൊട്ടിത്തെറിക്കുന്ന വിത്തുകൾ എന്താണ്? 10ാമത്തെ ആണ്. അടുത്ത 11ാമത്തെ ചോദ്യം, സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ്. അടുത്ത് നോക്കൂ നിങ്ങളെ, സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ്, കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ സൂര്യകാന്തിയൊക്കെ കാറ്റിലൂടെയാണ് കേട്ടോ. അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയില്ലേ, ഡ്രം സ്റ്റിക്ക്, അതുപോലെ ഓർക്കിഡ്, പിന്നെ മിൽക്ക് വീഡ്, പപ്പസ, പൂപ്പന്താടി അല്ലേ. ഇതിൻ്റെ എല്ലാം പടവും നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് കാറ്റിലൂടെ. ഇതൊക്കെ ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ് ആണ്. ഇപ്പം ആദ്യമേ പറഞ്ഞ ഏതായിരുന്നു നമ്മൾ, സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ ഡെയ്സിറ്റ്, അതായത് പൊട്ടിത്തെറിക്കുന്ന വിത്തുകൾ ഏതായിരുന്നു എന്നാണ് ആദ്യമേ പറഞ്ഞത് അല്ലേ, പൊട്ടിത്തെറിച്ചുണ്ടാകുന്നത്. ഇപ്പം എന്താണ് കാറ്റിലൂടെ ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ചിലപ്പോൾ ഇതിലെ കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ട് നിങ്ങളത് വേർതിരിച്ച് എഴുതാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറേ എക്സാമ്പിൾ നമുക്ക് കണ്ടേ. ത്രൂ ദ വിൻഡ്, കാറ്റിലൂടെ ഉള്ളത് അപ്പൂപ്പന്താടി ഉണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അപ്പൂപ്പന്താടി, സൂര്യകാന്തി, മുരിങ്ങയുടെ വിത്ത്, ഓർക്കിഡ്, ഇതൊക്കെ എന്താണ് കാറ്റിലൂടെയുള്ളതാണ്, ത്രൂ ദ വിൻഡ്. എന്നാൽ ത്രൂ ദ വാട്ടർ, വെള്ളത്തിലൂടെയോ, കോക്കനട്ട് അല്ലേ, പൊങ്കാമിയ, മാൻഗ്രൂസ്, നാളികേരം, അടയ്ക്ക, പുന്നക്കായ, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം വെള്ളത്തിലൂടെയാണ് കേട്ടോ. അടുത്ത ഡെയ്സിറ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞ പൊട്ടിത്തെറിച്ചുണ്ടാകുന്നത് ഏതൊക്കെയാണ്? വെണ്ടയ്ക്ക, റബ്ബർ, ബോൾസം, തൊട്ടാവടി, ഇതെല്ലാം എന്താ പൊട്ടിത്തെറിച്ചുണ്ടാകുന്നതാണ്. ഇനി ആനിമൽസും ബേഡ്സിൻ്റെയും ഇതിലൂടെ ഉണ്ട് അല്ലേ. ഇത് കൊത്തി, ഇപ്പം മാങ്ങയൊക്കെ ആണെങ്കിൽ ബേഡ്സ് കൊത്തിയെടുത്ത് എന്താ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് അല്ലേ, അങ്ങനെയുണ്ട്. പക്ഷികളും മൃഗങ്ങളിലൂടെ ഉണ്ട്. മാംഗോ, ഗുവ, സപ്പോട്ട, ഇതെല്ലാം എന്താണ് പക്ഷികളുടെയും മൃഗങ്ങളിലൂടെയും ഒക്കെയാണ് അതൊക്കെ മറ്റൊരിടത്ത് ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്ത് വിവിധ സസ്യഭാഗങ്ങൾ ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തുന്നത്. നമ്മുടെ പല സസ്യഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സസ്യങ്ങളെ വളർത്തുന്നത്. ഇപ്പം സ്റ്റെം ഉപയോഗിച്ചിട്ട് തപ്പിയോക്ക, മരച്ചീനിയുടെ ഒക്കെ കമ്പ് വെച്ചാൽ നടുന്നത്. റോസാക്കമ്പ്, ഹിബിസ്കസ്, ചെമ്പരത്തിക്കമ്പ്, പെപ്പർ, കുരുമുളകിൻ്റെ, ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം അതിൻ്റെ കമ്പ് ഒടിച്ചാണ് നമ്മൾ നടുന്നത്. എന്നാൽ വേര് നടുന്നതുകൊണ്ട് കറി ലീവ്സ്, മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയിലല്ല, കറിവേപ്പില, അതെന്താണ് അതിൻ്റെ റൂട്ട് വേരിൽ നിന്നാണ് കേട്ടോ. ഗുവ, പേര, തേക്ക്, ഇതെല്ലാം എന്താണ് വേരാണ് നടുന്നത്. ഇനി ഇലയുണ്ട്, അലോവേര, നിശാഗന്ധി, ബ്രയോഫിലം, ഇതെല്ലാം എന്താണ് ലീഫാണ് നടുന്നതെന്നാണ് കേട്ടോ. അപ്പം ഏതൊക്കെയാണ് നിങ്ങളുടെ 4 ചാപ്റ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ നോട്ട് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ വ്യത്യസ്ത ഓർഡറൊന്നും അല്ല, വ്യത്യസ്ത രീതിയിലാണ്. അപ്പം ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി പോകണം. ഓരോ സസ്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല വളരുന്നത്. കാണ്ഡം ഉണ്ട്, വേരുണ്ട്, ഇലയുണ്ട് കേട്ടോ. സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്. 13. അടുത്ത 14ാമത്തെ ചോദ്യം, എന്താണ് ലീവ്സിനെ കുറിച്ച് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ലീവ്സ് അതായത് വെനേഷൻ്റെ ഒക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ വെനേഷന് പച്ചപ്പ് നഷ്ടപ്പെട്ട ഇലകളിൽ കാണുന്ന നമ്മുടെ ഇലയ്ക്കകത്തിലെ നാരുകളുണ്ട്. ഇപ്പം നമ്മളിൽ തന്നെ ഉണ്ട് എൻ്റെ ആർട്ടറീസും വെയിൻസും ഒക്കെ ഇല്ല നമ്മുടെ ശരീരത്തും എന്ന് പറയുന്ന പോലെ ഇലയിലുമുണ്ട്. അതിൽ ആ പച്ചപ്പ് അങ്ങ് നഷ്ടപ്പെടുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അല്ലേ. പച്ചപ്പ് നഷ്ടപ്പെട്ട ഇലയിൽ കാണുന്ന നാരുകൾ പോലെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സിരകൾ എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിലെ 2 ഇലയുടെ പടം, വെനേഷൻ, ലീവ്സിൻ്റെ, നിങ്ങൾ ആ ചാപ്റ്റർ എടുത്തിട്ട് ഈ വെനേഷൻ ഒന്ന് എടുത്ത് നോക്കണേ. വെനേഷൻ, അതിനകത്തിൽ സിരകളുണ്ട്. അതിലാണെങ്കിൽ ഒരു പച്ചയിലയും കൊടുത്തിട്ടുണ്ട്, ഒരു ഉണങ്ങിയ ഇലയും കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ ആ പച്ചപ്പ് നഷ്ടപ്പെട്ട, അതായത് ആ ഉണങ്ങിയ ഇലയിൽ കാണുന്ന നാരുകൾ പോലെയുള്ള ഭാഗങ്ങളെ നമ്മളിവിടെ സിരകൾ എന്ന് പറയുന്നത് അല്ലേ. ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ലീഫ് ദാറ്റ് ഹാസ് ലോസ്റ്റ് ദെയർ ഗ്രീൻ പാർട്ട് ഓഫ് വെയിൻസ്. Through these part, water and minerals absorbed by root reaches the leaf. നമ്മുടെ ഈ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് സിരകൾ വഴിയാണ്.
വേരിൽ നിന്നുമല്ലേ ഇത് വലിച്ചെടുത്ത് മിനറൽസും വാട്ടറും വേരിനകത്തുനിന്ന് മേപ്പോട്ട് വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്തിട്ട് എന്താണ് അത് ജലവും ലവണവും അത് തന്നെ വാട്ടറും മിനറൽസുകളും എന്താ വേരിൽ നിന്നും വലിച്ചെടുത്തതിന് ശേഷം ഇലയുടെ ഭാഗത്ത് കൊണ്ടുവെക്കും. അതാരാ കൊണ്ടുവരുന്നത്? സിരകൾ വഴിയാണ് കേട്ടോ. നമ്മൾ സൈലോവും ഫ്ലോയോ ഒക്കെ പഠിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അതുപോലെ സിരകൾ വഴിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അടുത്ത വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻസ് ISRO? അതായത് വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ISROയുടെ ധർമ്മം എന്താണ്? ISROയുടെ ധർമ്മം എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ് ദ സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മിഷൻസ് ഓഫ് അവർ കൺട്രി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ചന്ദ്രയാൻ? എന്താണ് ഈ ചന്ദ്രയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേഷൻ കണ്ടക്ട് ലൂണാർ എക്സ്പ്ലോറേഷൻസ് മിഷൻ ഇൻ ദ നെയിം ചന്ദ്രയാൻ. ചന്ദ്രനിലേക്ക് നമ്മുടെ രാജ്യം പരിവേഷണ ദൗത്യങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇവയ്ക്ക് നൽകിയിട്ടുള്ള പേരാണ് ചന്ദ്രയാൻ. ചന്ദ്രനിലേക്ക് നമ്മുടെ രാജ്യം പരിവേഷണ ദൗത്യങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇവയ്ക്ക് നൽകിയിട്ടുള്ള പേരാണ് ചന്ദ്രയാൻ. 16. അടുത്ത 17ാമത്തെ ചോദ്യം, വാട്ട് ആർ സെൻസ് ഓർഗൻസ്? എന്താ ഈ സെൻസ് ഓർഗൻസ് എന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്താണ്? The organs that help them to understand the surroundings, these organs are called sense organs. നമുക്ക് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് വല്ലതും കാണാനോ കേൾക്കാനോ വല്ലതും പറ്റുമോ? ഏതൊക്കെയാണ് ഈ സെൻസ് ഓർഗൻസുകൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക്. 5 എണ്ണത്തിൻ്റെ പേര് നല്ലപോലെ പഠിച്ചിരിക്കണം കേട്ടോ. ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്നാൽ എന്താണ്? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് കൺജക്റ്റിവിറ്റീസ് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചെങ്കണ്ണ്, നമ്മുടെ കണ്ണ് നല്ലപോലെ ചുമക്കുന്ന ഒരു രോഗമായി കൺജക്റ്റിവിറ്റീസ് കേട്ടോ. അതിൻ്റെ സിംറ്റംസുകൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എങ്ങനെയായിരിക്കും? ആ കണ്ണ് നല്ല വേദനയായിരിക്കും കേട്ടോ. കണ്ണിന് ദീനം വരാത്തതായിട്ട് ആരും കാണത്തില്ല അല്ലേ? ചൂട് സമയത്താണ് ഇത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. കണ്ണിന് നല്ല വേദനയായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും എന്താ കണ്ണ് നല്ലപോലെ ചുവപ്പ് നിറത്തിലായിരിക്കും അല്ലേ? റെഡിനെസ് ആയിരിക്കും. അതുപോലെ ചൊറിച്ചിൽ, ഇച്ചിങ് കാണും. കണ്ണുനീരിങ്ങനെ കണ്ണുനീര് കാണും. കണ്ണെപ്പോഴും മൂടിക്കെട്ടി അല്ലേ? പാട പോലെ പഫി ഐസ് ആയിരിക്കും. കണ്ണ് മൂടിക്കെട്ടുന്നു കേട്ടോ. 3-4 ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കൺജക്റ്റിവിറ്റീസിൻ്റെ സിംറ്റംസ് എന്തെല്ലാമാണ്? ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? വൈ ഡു വി ഹാവ് നോസ്? മൂക്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? മൂക്കിനാകെ ജോലി എന്താ? മണമറിയുക അല്ലേ? ശ്വസിക്കുക അല്ലേ? 2 ധർമ്മങ്ങളാണ് ചോദിച്ചത്. ടു സ്മെല്ല്, ടു ബ്രീത്ത്. ഫങ്ഷൻസ് ഓഫ് ടങ് അല്ലേ? നാക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? നാക്ക് അല്ലേ? ടോക്കിംഗ് അല്ലേ? സംസാരിക്കാൻ. ടേസ്റ്റിംഗ് രുചി അറിയാൻ. മൂവിങ് ദ ഫുഡ് ഇൻ ദ മൗത്ത് വായിൽ ആഹാരത്തെ വായിലോട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ആരാ ജോലി ചെയ്യുന്ന? നാക്കാണ് അല്ലേ? പല്ലിലോട്ട് തട്ടി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചവയ്ക്കാൻ വേണ്ടി അല്ലേ? അങ്ങോട്ട് തട്ടി ഇട്ട് കൊടുക്കുന്ന ജോലി ആർക്കാ? നാക്കിനാണ്. അപ്പം 3 എഴുതിയിട്ടുള്ളൂ. എത്രയും ചുരുക്കി എഴുതാവോ അത്രയും ചുരുക്കിയാവും നിങ്ങൾ എഴുതിയേക്കുന്നത്. 20 ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഓരോ മാർക്കിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഇത് തന്നെ പഠിച്ചാൽ എന്തായാലും നിങ്ങൾ ജയിക്കും. പിന്നെ നമ്മൾ A+-നാണ് ചാപ്റ്റർ ഫുള്ള് നമ്മുടെ ആ ലിങ്കിൽ നോക്കി പഠിക്കാൻ പറയുന്നത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ടങ്, നാക്കിൻ്റെ ധർമ്മങ്ങൾ. 20 ഒക്കെയാണോ? അടുത്ത 21ാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് വി ബി കെയർഫുൾ ഓഫ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ? നമ്മൾ ത്വക്കിൻ്റെ സംരക്ഷണത്തിന് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന്? നമ്മുടെ ത്വക്കിൻ്റെ സംരക്ഷണത്തിന് ത്വക്ക് അല്ലേ? ഇപ്പം എല്ലാവരും അല്ല ബോഡി നമ്മുടെ ഫേസ് ആണെങ്കിൽ തന്നെയും ബോഡി ആണെങ്കിൽ തന്നെയും പണ്ടത്തെ കൂട്ടുമല്ലോ ആണോ? അല്ല ഏതൊക്കെ തരത്തിലുള്ള ക്രീമുകളായല്ലേ? നമ്മൾ ഓരോ ഇതെടുക്കുമ്പോഴും ഏതൊക്കെ തരത്തിലുള്ള ക്രീമുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ത്വക്ക്, നമ്മുടെ തൊലി അല്ലെ നമ്മുടെ സ്കിന്ന്, ഇത് സംരക്ഷണത്തിന് നമ്മൾ എന്തെല്ലാം ചെയ്യണം? വി ഷുഡ് കീപ്പ് ദ സ്കിൻ ക്ലീൻ. ആദ്യം നമ്മൾ ത്വക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അല്ലേ? വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ. ആവശ്യത്തിന് വെള്ളം കുടിക്കണം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. വി ഷുഡ് ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്
ഇൻ അവർ ഡയറ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, അതുപോലെ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ നല്ലപോലെ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പം നല്ലപോലെ ഇലക്കറികളും പഴങ്ങളും ഒക്കെ നല്ലപോലെ കഴിക്കുന്ന ആൾക്കാരുടെ ശരീരം എന്താണ്, മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. നല്ല സ്കിന്നായിരിക്കും അല്ലേ. വി ഷുഡ് കീപ്പ് ദ സ്കിൻ ക്ലീന്, വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ, വി ഷുഡ് ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലേ അവർ ഡയറ്റ് ദാറ്റ് ഹെൽപ്പിംഗ് ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ. ഓക്കെ ആണോ അത്? ഓക്കെ. അടുത്ത ഫങ്ഷൻസ് ഓഫ് എ സ്കിന്ന്. നമ്മുടെ ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ? സ്കിന്നിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ദ സ്കിൻ കവർ ആൻഡ് ദ പ്രൊട്ടക്റ്റ് അവർ ബോഡി അല്ലേ. ദ സ്കിൻ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ബോഡി. നമ്മുടെ ത്വക്ക് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. പിന്നെ ദ സ്കിൻ കൺട്രോൾ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നു. ഇറ്റ് എലിമിനേറ്റ് വേസ്റ്റ് ത്രൂ സ്വെറ്റ് അല്ലെ. വിയർപ്പിലൂടെ മാലിന്യത്തെ പുറന്തള്ളപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ ത്വക്ക് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു, ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നു, വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നു. ഇതെല്ലാം എന്താണ്? ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. വിച്ച് ആൾ ദ ഫാക്ടേഴ്സ് ആർ ഫൗണ്ട് ടു ബി എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ. ഒരു വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണം കുഞ്ഞുങ്ങളെ? വാട്ടർ വേണം, എയർ വേണം അല്ലേ. അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് 2 എണ്ണവും വേണം അല്ലേ. നമ്മുടെ വേറെയും ചോദ്യം ഇതിനകത്തിലുണ്ട് കേട്ടോ. ഈ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആ ചാപ്റ്റർ ഫുള്ളും അതല്ലേ. അടുത്തത് വൈ ഡോണ്ട് ഓൾ സീഡ്സ് ജെർമിനേറ്റ്. എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? നമ്മൾ നടുന്ന എന്തെങ്കിലും ഒരു വിത്ത് എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ട് നട്ട് വെച്ചാൽ അത് ഉടനെ അങ്ങ് കിളിച്ച് വരുമോ? എല്ലാ വിത്തുകളും കിളിക്കുമോ കുഞ്ഞുങ്ങളെ? ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? വൈ ഡോണ്ട് ഓൾ സീഡ്സ് ജെർമിനേറ്റ്. അതായത് മെച്യൂരിറ്റി അല്ലേ. മെച്യൂരിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് എന്ന് വെച്ചാൽ വിത്ത് പാകമായ, നമ്മളിപ്പം അതിലോട്ട് ചെന്നിട്ട് അതിനകത്തിൽ കിളുന്ന് അല്ലേ, അതിൻ്റെ മെച്യൂർഡ് ആവാത്ത വിത്തുകൾ ഉദ്ദേശിച്ചത് അത് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ കിളിക്കുമോ? ഇല്ല. വിത്ത് അത് പാകമാകണം, മെച്യൂർ ആവണം അല്ലേ. പിന്നെയോ എയർ ആൻഡ് വാട്ടർ ഈസ് ആൾസോ നീഡഡ് ഫോർ സീഡ് ജെർമിനേഷൻ. വിത്ത് മുളയ്ക്കാൻ വായുവും ജലവും ആവശ്യമാണ്. ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞു അതിന് വായുവും ജലവും ആവശ്യമാണ്. ദെയർ ഈസ് എ ലിറ്റിൽ ചാൻസ് ഫോർ ജെർമിനേഷൻ ഇഫ് ദ സീഡ്സ് ആർ സോൺ ഡീപ്പ് ഇൻ ദ സോയിൽ. ഇനി നമ്മൾ ഒരു വിത്ത് എടുത്തിട്ട് ഇപ്പോൾ ഒരു പയറിൻ്റെ വിത്ത് നടണമെങ്കിൽ ഒരു തെങ്ങ് നടുന്നതിൻ്റെ അത്രയും എടുത്ത് കുഴിച്ചിട്ട് ഒരു പയറിൻ്റെ വിത്ത് നടേണ്ട കാര്യമില്ല കേട്ടോ. ചെറിയ ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെച്ചാൽ മതി. ആഴത്തിലൊരു കിണർ പോലൊരു കുഴി എടുത്തിട്ട് അതിനകത്തി കൊണ്ടൊന്ന് വിത്തിട്ടാൽ എങ്ങനെയായിരിക്കും അത് കിളിച്ച് വരുന്നത് അല്ലേ. അങ്ങനെയൊന്നും വേണ്ട. വളരെ ആഴത്തിൽ കുഴിച്ചിട്ടാൽ വിത്ത് മുളയ്ക്കത്തില്ല അല്ലേ, മുളയ്ക്കാൻ ചാൻസ് ഇല്ല. അതൊക്കെ വിത്ത് മുളയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലുള്ള 3 എണ്ണമാണ് കേട്ടോ. ഹൗ മെനി കോട്ടിലിഡോൺ ഡസ് എ പീ സീഡ്സ്. പയർ വിത്തിൽ എത്ര ബീജപത്രങ്ങളുണ്ട്? പയർ വിത്തുണ്ടല്ലോ, ബീൻസ്, പയർ വിത്തിൽ എത്ര ബീജപത്രങ്ങളുണ്ട്? കോട്ടിലിഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് ഈ ബീജപത്രം എന്ന് പറയുന്നത് കേട്ടോ. കോട്ടിലിഡോൺ 2 എണ്ണമാണ്. ഹൗ മെനി കോട്ടിലിഡോൺ ആർ ഇൻ കോൺ. ചോളത്തിൽ എത്ര ബീജപത്രമുണ്ട്? ചോളം നമ്മൾ ആദ്യം പഠിച്ച ഏതാണ്? പയറിനകത്ത് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എന്നാൽ ചോളത്തിനകത്തിൽ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഒറ്റ ബീജപത്രമേ ഉള്ളൂ. കോട്ടിലിഡോൺ എന്നാണേ നമ്മൾ ഈ കോട്ടിലിഡോൺ എന്ന് കുറച്ച് നേരം പറഞ്ഞു. എന്ത് കുഞ്ഞുങ്ങൾ ഈ കോട്ടിലിഡോൺ എന്ന് വെച്ചാൽ ബീജപത്രം എന്ന് വെച്ചാൽ എന്താണ്? ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് until the seed germinate and grow a leafy obtained from the cotyledon. നമ്മൾ ഈ ഒരു വിത്ത് മുളച്ച് മേപ്പോട്ട് വരത്തില്ലേ? നമ്മൾ നടുന്ന ഒരു വിത്ത് മേപ്പോട്ട് കിളിച്ച് വരത്തില്ലേ? ആ വിത്ത് മുളച്ച് ഇലയ്ക്കകത്തിൽ വെച്ചാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ, ഇലയ്ക്കകത്ത് വെച്ചാൽ. പക്ഷേ ഈ ഇല ഉണ്ടാകുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ മേപ്പോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഈ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെയും അവർക്ക് ജീവിക്കണ്ടേ. ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ഈ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ കോട്ടിലിഡോണിൽ വെച്ചാണ് കേട്ടോ, ബീജപത്രത്തിൽ നിന്നാണ്. മനസ്സിലാക്കണേ നിങ്ങളെ. നമ്മളിപ്പോൾ ഇതൊരു ബീൻസ് ഇതൊരു ബീൻസാണ് അല്ലേ ഒരു പയർ എന്നല്ലേ, നമുക്ക് പയറാണ്. ഇത് കൊണ്ടൊന്നും നമ്മൾ കുഴിച്ചു വെച്ചാൽ പിറ്റേന്ന് എങ്ങനെയാണ് അത് കിളിച്ച് വരുന്നുണ്ട്? ഇങ്ങനെ കിളിച്ച് വരുന്നതാണോ? അല്ലയോ? ഇങ്ങനെ അല്ലയോ? അതോ ഇങ്ങനെ കിളിച്ച് വരുമ്പോൾ അവിടെ ഇലയൊന്നും ഉണ്ടാവുന്നില്ല. ആദ്യമായിട്ട് അതിങ്ങനെ കിളിച്ച് വരുമ്പോൾ അതിന് ഇലയൊന്നും ഉണ്ടാവുന്നില്ല ഇല്ലയോ? ആ ഇല ഉണ്ടാവുന്നതിന് മുമ്പേ അത് കിളിച്ച് അതിന് വരണ്ടേ. അപ്പോൾ ഇതിന് വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ഈ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ കോട്ടിലിഡോൺ അല്ലെങ്കിൽ ബീജപത്രത്തിൽ നിന്നാണ് കേട്ടോ.
ഇനി ഈ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗം ഏതാണ്? ഇനി അടുത്ത അതാണ് എൻഡോസ്പേം. നമ്മുടെ ഈ ബീജപത്ര ടെസ്റ്റ് പടത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ല ഈ എൻഡോസ്പേമിനോട് ചേർന്ന് കാണപ്പെടുന്ന കോട്ടിലിഡോണ്ട് ചേർന്നിരിക്കുന്നത് അല്ലെ, ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്തിനെ നമ്മൾ എൻഡോസ്പേം അല്ലെങ്കിൽ ബീജാന്നം കേട്ടോ. എൻഡോസ്പേമിന്റെ മലയാളം ബീജാന്നം, എൻഡോസ്പേം കേട്ടോ. ബീജപത്രം എന്ന് വെച്ചാൽ കോട്ടിലിഡോൺ അല്ലേ, വെറൈറ്റി പേരുകളാണ് ഇതൊക്കെ അല്ലേ. കോട്ടിലിഡോണും എൻഡോസ്പേം രണ്ടും മനസ്സിലായോ? ഇത് നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ, ഇത് രണ്ടും. ഓക്കെ, 29ാമത്തെ ചോദ്യം, എന്താണ് സീഡ് ഡിസ്പേഴ്സൽ? മുമ്പ് നമ്മളത് പറഞ്ഞു തോന്നുന്നു അല്ലേ. സീഡ് ഡിസ്പേഴ്സൽ എന്നാൽ എന്താണ്? സീഡ് ഡിസ്പേഴ്സൽ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സീഡ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. അത് നമുക്ക് പറഞ്ഞു തോന്നുന്നു അല്ലേ. മാതൃസസ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് കേട്ടോ, പറഞ്ഞു തോന്നുന്നു. അടുത്ത ജെർമിനേഷൻ, ബീജാങ്കുരണം അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ. അപ്പോൾ നമ്മൾ വിത്ത് മുളയ്ക്കുന്നതിനെ കുറിച്ചല്ലേ 4ാമത്തെ ചാപ്റ്റർ ഈ വിത്തിനെ കുറിച്ച് കേട്ടോ. ജെർമിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു ദ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസ്. നമ്മുടെ ഈ വിത്തിന് ഉള്ളിൽ ഭ്രൂണം, എംബ്രിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭ്രൂണം. വിത്തിനുള്ളിൽ നമ്മളൊരു പയറോ എല്ലാം എടുക്കുമെങ്കിൽ അതൊന്ന് പൊളിച്ച് അതിനകത്ത് കാണപ്പെടുന്ന ആ ഭ്രൂണം അനുകൂലമായ സാഹചര്യത്തിൽ, അനുകൂലമായ നല്ല ഫേവറബിൾ സർക്കംസ്റ്റൻസ്, അത് തൈയായിട്ട് വളരുന്ന പ്രക്രിയയാണ് വിത്തുമുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അതിനകത്ത് തന്നെ ഉണ്ടോ നിങ്ങളെ റാഡിക്കിളും പ്ലിമ്യൂളും കേട്ടോ. എന്താണ് ഈ റാഡിക്കിള്? അതായത് ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ്സ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കാൾഡ് റാഡിക്കിൾസ്. നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ടോ? പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ ഈ റാഡിക്കിൾസ് എന്താന്ന് കേട്ടോ. ബീജമൂലം എന്നാണ് അതിൻ്റെ മലയാളം. ബീജമൂലം. ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ്സ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കാൾഡ് റാഡിക്കിൾസ്. ഈ റാഡിക്കിൾസ് ഗ്രോ ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. നമ്മുടെ ഈ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നതാണ് ബീജമൂലം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ദിവസം ഒന്ന് കൊണ്ട് നട്ടിട്ട് പിറ്റേന്ന് വയ്ക്കുമ്പോഴേ ആ മണ്ണ് നീങ്ങിയിട്ട് അതിങ്ങനെ വെളിയിലോട്ട് ഇച്ചിരിയും തല എത്തി നോക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഒരു ചിരി ഇങ്ങനെ മേപ്പോട്ട് എത്തി നോക്കി നിൽക്കുന്നതായിട്ട് കാണാം അല്ലേ. ആ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നതാണ് ബീജമൂലം. മനസ്സിലായോ? ഈ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഇത് റൂട്ടാണ് കേട്ടോ. മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. മനസ്സിലായോ? താഴോട്ടാണ്. അങ്ങനെയാണെങ്കിൽ പ്ലിമ്യൂളോ? PLU കേട്ടോ. പ്ലിമ്യൂൾ എന്ന് വെച്ചാൽ ബീജശീർഷം. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ബീജമൂലമാണെങ്കിൽ മണ്ണിനകത്തോട്ടാണ് കേട്ടോ. ബീജശീർഷമാണെങ്കിലോ ദ പ്ലിമ്യൂൾ ഈസ് ദ പോർഷൻ that grow upward from the embryo. The plumule grow into the stem and leaves. നോക്കൂ നിങ്ങൾ, ഭ്രൂണത്തിൽ നിന്ന്, എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. നമ്മളിപ്പോൾ ഒരു ചെടി വളർന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ബീൻസ്, ഒരു പയർ അല്ലേ, അത് കിളിച്ചാണ്ട് അതിങ്ങനെ കിളിച്ചിങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം അല്ലേ 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഈ താപ്പോട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, വേര് താഴോട്ടും ഇതിങ്ങനെ മേപ്പോട്ടും ഉണ്ട് അല്ലേ. അപ്പം ഈ വേര് താപ്പോട്ടുള്ളത് അതിനെയാണ് റാഡിക്കിൾസ് എന്ന് വെച്ചാൽ അത് മണ്ണിലേക്ക് വളർന്നതങ്ങ് വേരായിട്ട് മാറും. എന്നാൽ ഈ മേളിലുള്ള ഭാഗം, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർത്ത് എന്തോ ആയിട്ട് മാറും? കാണ്ഡമായിട്ട് മാറും കേട്ടോ. ടെസ്റ്റിൽ പടം കിടപ്പുണ്ട്. ഇത് പോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ നല്ലപോലെ നോക്കണേ. ഏതാ? റാഡിക്കിൾസും പ്ലിമ്യൂളും കേട്ടോ. 32. അടുത്ത 33ാമത്തെ ചോദ്യം, ലീഫ് വെനേഷൻ. മുമ്പ് നമ്മൾ പറഞ്ഞ അല്ലേ, വെനേഷൻ, ലീഫ് വെനേഷൻ. ദ പാറ്റേൺ അല്ലേ ഫോംഡ് ബൈ ദ വെയിൻ ഓഫ് ദ ലീഫ് ഈസ് കാൾഡ് ലീഫ് വെനേഷൻ. അതും ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ ഓർത്തോണേ നിങ്ങൾ, ഈ ഇല നമ്മളിപ്പോൾ ഇലകൾ പല വിധമുണ്ട്. ഇങ്ങനെയുള്ള ഇലയുണ്ട്, അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ഇലയുണ്ട്. അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെയുള്ളതുണ്ട് കേട്ടോ. അതിനെ നമ്മൾ എന്താ പറയുക, റെക്ടിക്കുലേറ്റീവ് വെനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. റെക്ടിക്കുലേറ്റീവ് വെനേഷൻ. അതേപോലെ ചിലതുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ വയണയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കേട്ടോ. ഇങ്ങനെ ആയിരിക്കും പോയേക്കുന്നത് കേട്ടോ.
മനസ്സിലായോ? അതിനെ നമ്മൾ പാരലൽ വെനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. പാരലൽ വെനേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്, ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. വാട്ട് ഈസ് ദ യൂസസ് ഓഫ് വെയിൻസ് ഇൻ ലീവ്സ്? ഇലകളിലെ സിരകളുടെ ഉപയോഗം എന്താണ്? ഈ വേര് ഇങ്ങനെ കൊടുത്തേക്കുന്നല്ലോ, ഇതിനകത്തില്ലാണ്ട് ഇങ്ങനെ അങ്ങനെ കൊടുത്തു, ഇതിനകത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ നിങ്ങളെ? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നോക്കിയേ, ഇറ്റ് ഈസ് ത്രൂ വെയിൻസ് ഓഫ് ലീവ്സ് വാട്ടർ ഈസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ്. ഇലകളുടെ സിരകളിലൂടെയാണ് ഇലകളിലേക്ക് ആഹാരം കൊണ്ടുവരുന്നത്. ഈ ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നതും ഈ സിരകൾ തന്നെയാണ്. വേരിൽ നിന്നും നമ്മൾ മുമ്പ് പറഞ്ഞു ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളിൽ കൊണ്ടുവെക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ, സിരകളും ധമനിയൊക്കെ അല്ലേ, അങ്ങനെ നമ്മൾ പറഞ്ഞതാ. അപ്പം ഈ ഇലകളിൽ വേരുകളിലൂടെ ഇലകളിലേക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ടല്ലോ, വെള്ളം ഇലകളുടെ സിരകളിലൂടെയാണ് ഇലയിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. ഈ ഇലയിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നതും ഈ വെയിനാണ് കേട്ടോ, സിര അല്ലെങ്കിൽ വെയിനാണ്. 2 ടൈപ്പ് ഓഫ് വെനേഷൻ ഉണ്ട്, നല്ലപോലെ പഠിക്കണം കുഞ്ഞുങ്ങളെ. ജാലിക സിരാവിന്യാസവും ഉണ്ട്, സമാന്തര സിരാവിന്യാസവും ഉണ്ട് കേട്ടോ. ജാലിക സിരാവിന്യാസവും ജാലിക സമാന്തര 2 സിരാവിന്യാസമാണ് കേട്ടോ. ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും കേട്ടോ. ഓക്കെ, അടുത്ത ഫ്യൂവൽസ്. എന്താണ് ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ? ഇത് 4 ചാപ്റ്ററോടെ മിക്സ് ചെയ്തതാണ്. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. മെനി മെറ്റീരിയൽസ് സച്ച് എസ് വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ ആൻഡ് കോൾ ആർ ഫ്യൂവൽസ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അല്ലേ? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 36. 37 യൂസസ് ഓഫ് ഫ്യൂവൽ. ഈ ഫ്യൂവലിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് നിങ്ങളെ? നമ്മളിപ്പോൾ ഫ്യൂവൽ ഇന്ധനങ്ങളെക്കുറിച്ചല്ലേ പഠിച്ചത്. ഈ ഇന്ധനങ്ങളുടെ ഉപയോഗം എന്തൊക്കെയാ? ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഫ്യൂൽ ഈസ് ഹെവി വെഹിക്കിൾസ് ലൈക്ക് ബസ്, ട്രക്ക് ആൻഡ് എക്സ്കവേറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം കേട്ടോ. എക്സ്കവേറ്റർ എന്ന് വെച്ചാൽ മണ്ണുമാന്തി യന്ത്രം. ഇവയൊക്കെ തുടങ്ങിയവ ചില വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഡീസലാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നാൽ ഹൗഎവർ പെട്രോൾ, ഡീസൽ ആൻഡ് ഗ്യാസ് ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് വെഹിക്കിൾസ് ലൈക്ക് കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം അല്ലേ, ഇപ്പം പെട്രോള്, ഡീസല്, ഗ്യാസ് എന്നിവയൊക്കെയാണ് കാറ്, ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫാക്ടറീസ് യൂട്ടിലൈസ് കോൾ, ഗ്യാസ് ആൻഡ് നാഫ്ത. ഫാക്ടറിയിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവയും ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജെറ്റ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ. അപ്പം ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയവയിൽ അങ്ങനെയുള്ള വലിയ ഇതിനകത്തിൽ കൂടുതലും ഡീസലുകളാണ് ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളെ. കാറ്, ഓട്ടോ, ചെറിയ അല്ലേ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ പെട്രോളാണ് ഉപയോഗിക്കുന്നത്. ഫാക്ടറികളിൽ കൂടുതലായിട്ടും കോളും ഗ്യാസും നാഫ്തയും ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വിമാനങ്ങളിലോ ജെറ്റ് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഫോസിൽ ഫ്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. Their stock decreases and eventually runs out by consumptions. They are referred to as non-renewable energy resources. ഫോസിൽ ഫ്യൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത് കേട്ടോ. എന്തിനാ ഇത്രയേ എഴുതുന്നതെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് കാണും. ഇത്രയൊക്കെ പഠിക്കണോ എഴുതണോ എന്ന്. നോക്കിയോ നിങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും. ഇത് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ്, അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നാണ് പറയുന്നത്. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽ എന്നാൽ എന്താണ്? ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ? 38. അടുത്ത 39ാമത്തെ ചോദ്യം. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും? ഫ്രീ ഫ്രം പൊല്യൂഷൻ ആയിരിക്കും, മലിനീകരണമില്ല. ലോവർ മെയിൻ്റെനൻസ് കോസ്റ്റുമായിരിക്കും, ചിലവ് കുറവുമായിരിക്കും. എന്താ കുഞ്ഞുങ്ങളെ ബയോഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബയോഗ്യാസ് ഈസ് എ റിന്യൂവബിൾ എനർജി സോഴ്സസ് ദാറ്റ് ഡു നോട്ട് പൊല്യൂട്ട് ദ എൻവിറോൺമെൻറ്റ് അല്ലേ. നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു പൊല്യൂഷനും ഇല്ലാത്ത ഇതാണ് ബയോഗ്യാസ്. അടുത്ത എന്താണ് ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും ഒക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിൽ ഞാനിവിടെ ലൂണാർ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ നമ്മുടെ നോട്ടിനകത്തിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ പ്രധാനപ്പെട്ടതെന്നും പറഞ്ഞ് ഇത് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ. ഞാൻ പ്രധാനപ്പെട്ടതെന്നും പറഞ്ഞ് കുറച്ച് എഴുതിയെന്നേ ഉള്ളൂ. കാരണം നോട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൂണാർ എക്ലിപ്സ് അല്ലെ ചന്ദ്രഗ്രഹണം എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ, അത് നല്ലപോലെ നോക്കണേ. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചന്ദ്രനെ ഓർമ്മ വേണം കേട്ടോ. പഠിക്കലേ അല്ലേ. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. മനസ്സിലായോ? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ, ഈ കറങ്ങുമ്പോൾ അല്ലെ, റൊട്ടേഷൻ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ കയറും. ഭൂമിയാണേ സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. ലൂണാർ എക്ലിപ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിനോമിന വിസിബിൾ ഇൻ ദ സ്കൈ. ഡ്യൂറിങ് എ ടോട്ടൽ എക്ലിപ്സ് ദ മൂൺ അപ്പിയർ ഡിം ഇൻ എങ്ങനെയായിരിക്കും? ഓറഞ്ചിഷ് റെഡ് കളർ ആയിരിക്കും ആ സമയം കേട്ടോ. ഓറഞ്ചിഷ് റെഡ് കളർ. അടുത്ത അനുലാർ സോളാർ എക്ലിപ്സ്. പൂർണ്ണ സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? നമ്മൾ ഈ സൂര്യഗ്രഹണമൊക്കെ അല്ലേ കാണുന്നതോ. പൂർണ്ണ സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? അനുലാർ സോളാർ എക്ലിപ്സ്. അനുലാർ സോളാർ എക്ലിപ്സ് ദ മൂൺ കവേഴ്സ് ദ സൺ ബട്ട് ദ സർഫസ് ഓഫ് ദ സൺ ക്യാൻ ബി സീൻ ആസ് എ റിംഗ് അറൗണ്ട് ദ മൂൺ. സൂര്യനെ പൂർണ്ണമായിട്ടും ചന്ദ്രൻ മറയ്ക്കുമ്പോൾ ഈ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നു. നമ്മുടെ സൂര്യനെ പൂർണ്ണമായിട്ടും ചന്ദ്രൻ കയറി അങ്ങ് മറയ്ക്കുമ്പോഴാണ് അവിടെ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ചന്ദ്രന്റെ നിഴൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും പതിക്കുന്നുണ്ട്. അപ്പം അതിനാൽ ഭൂമിയിലുള്ളവർക്ക് സൂര്യനെ കാണാൻ കഴിയുന്നില്ല. ഓക്കെ ആണോ? 42. 43ാമത്തെ ചോദ്യം. പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഉണ്ട്. മറ്റേ പൂർണ്ണമാകുമ്പോൾ പാർഷ്യൽ കാണുമല്ലോ. എന്ന് വെച്ചാൽ ഡ്യൂറിങ് പാർഷ്യൽ സോളാർ എക്ലിപ്സ് ദ മൂൺ കവേഴ്സ് ദ സൺ പാർഷ്യലി. ദ സൺ ക്യാൻ ബി സീൻ ആസ് എ റിംഗ് അറൗണ്ട് ദ മൂൺ. ഭാഗിക സൂര്യഗ്രഹണത്തിൽ ചന്ദ്രൻ ഭാഗികമായി മാത്രം സൂര്യനെ മറയ്ക്കുന്നു അല്ലേ. എന്നാൽ ടോട്ടൽ സോളാർ എക്ലിപ്സോ നമ്മളിപ്പോൾ ഫുള്ള് അല്ലേ, ആനുലാർ സോളാർ എക്ലിപ്സ് വെച്ചാൽ പൂർണ്ണ സൂര്യഗ്രഹണമായിരുന്നു. പാർഷ്യൽ എന്ന് വെച്ചാൽ പകുതി അല്ലേ, കുറച്ച് മാത്രം. എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് സൂര്യഗ്രഹണത്തിൽ ചന്ദ്രൻ ഭാഗികമായിട്ട് മാത്രം സൂര്യനെ മറയ്ക്കുന്നു, സൂര്യനെ കുറച്ച് മാത്രം മറയ്ക്കുക. എന്നാൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ടോ നിങ്ങളെ? വലയ സൂര്യഗ്രഹണം എന്നാണ് അതിന് പറയുന്നത്. വലയ സൂര്യഗ്രഹണം എന്താണ്? ടോട്ടൽ സോളാർ എക്ലിപ്സിൽ ദ മൂൺ കംപ്ലീറ്റ്ലി കവർ ദ സൺ. The shadow of the moon covers the earth completely, so people on the earth cannot see the sun. വലയ സൂര്യഗ്രഹണത്തിൽ ചന്ദ്രനും ഭൂമിയും സൂര്യനും നേർരേഖയിൽ വരുന്നു. ഈ സമയം സൂര്യബിംബത്തിന്റെ ഉപരിതലം വലയായിട്ടാണ് ദൃശ്യമാകുന്നത്. ഇനി എന്താണ് നിലാവ്? മൂൺലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ സൺലൈറ്റ് ഫാളിംഗ് ഓൺ ദ മൂൺസ് സർഫസ് ഗെറ്റ് സ്കാറ്റേഡ് ആൻഡ് റീച്ചസ് ദ എർത്ത്. ദിസ് ഈസ് ദ മൂൺലൈറ്റ് ദാറ്റ് വി സീ അറ്റ് നൈറ്റ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതിനെയാണ് നിലാവെന്ന് പറയുന്നത്. നമ്മൾ പറയില്ല നല്ല നിലാവുണ്ട് അല്ലേ, ഓണ നിലാവ് എന്നൊക്കെ പറയത്തില്ലേ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം ചന്ദ്രനിൽ അടിക്കുമ്പോഴല്ലേ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം അത് വിസരിതമായിട്ട് പ്രതിപതിച്ച് നമ്മുടെ ഭൂമിയിലെത്തുന്നതാണ് നിലാവ് എന്ന് പറയുന്നത്. ന്യൂ മൂൺ എന്നാൽ എന്താണ്? അമാവാസി എന്നാൽ എന്താ? അല്ലെ കറുത്തവാവ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസ് ദ എർത്ത്. വി കനോട്ട് സീ ദ മൂൺ ഓൺ ദിസ് ഡേ. അല്ലെ ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസത്തെയാണ് നമ്മൾ അമാവാസി, കറുത്തവാവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇല്ല. ചന്ദ്രന്റെ നിഴല്, ആ നിഴൽ ഭാഗം പൂർണ്ണമായിട്ട് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസത്തെയാണ് അമാവാസി എന്ന് പറയും. ഈ ദിവസം ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അമാവാസി എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര ഇരുട്ടായിരിക്കും, അന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കത്തില്ല. കറുത്ത വാവെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ ഇപ്പുറത്ത് വെളുത്ത വാവ് കാണുമായിരിക്കും അല്ലേ. എന്താണ് വെളുത്ത വാവ് അല്ലെ? ഫുൾ മൂൺ എന്ന് വെച്ചാൽ എന്താണ്? അല്ലെ പൗർണമി എന്നാൽ എന്താണ്? ഫുൾ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ട് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതിനെയാണ് വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് നമ്മൾ പറയുന്നത്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതാണ് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഹാഫ് മൂൺ എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ? ഇപ്പോൾ
ഫുൾ മൂൺ അതാണെങ്കിൽ ഹാഫ് മൂൺ എന്തായിരിക്കും? ഹാഫ് മൂൺ ഈസ് സീൻ വെൻ ദ ഹാഫ് ഇലൂമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻസ് ഓഫ് ദ മൂൺ ഫേസ് ദ എർത്ത് അല്ലേ. ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ അല്ലെങ്കിൽ ഹാഫ് മൂൺ എന്ന് പറയുന്നത്. നമ്മൾ ആകാശം നോക്കുമ്പോൾ കൂടുതലും നമ്മൾ അതിനെയാണ് കാണുന്നത് അല്ലേ, ഹാഫ് മൂൺ. അടുത്തത് വൃദ്ധിക്ഷയം എന്നാൽ എന്താണ്? Waxing and waning in the difference in viewing the illuminated and shadow portion of the moon as it revolve around the earth. നമ്മുടെ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. ഭൂമിയെ ഭൂമി ഇങ്ങനെ കറങ്ങത്തില്ലേ, പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും ചന്ദ്രന്റെ പ്രകാശവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ വ്യത്യാസത്തെയാണ് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത്. എന്താണ് ആർട്ടറീസ് വെയിൻസും ഒക്കെ? ആർട്ടറീസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ധമനികൾ എന്നാൽ എന്താ? ആർട്ടറീസ് ആർ ദ ബോഡി വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹേർട്ട് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെയാണ് ധമനികൾ എന്ന് പറയുന്നത്, ആർട്ടറീസ് അല്ലേ. അപ്പോൾ വെയിൻസ് ഉണ്ട്. ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെയാണ് ആർട്ടറീസ് അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് വെയിന്? സിരകൾ എന്നാൽ എന്താണ്? അതായത് വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലിനെയാണ്, ആദ്യത്തെ ഓർത്തോണേ, ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കലർന്നത് വിവിധ ഭാഗത്തോട്ട് കൊണ്ടുവന്നതാണ് ആർട്ടറി കേട്ടോ. എന്നാൽ ശരീരത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വെയിന്. തിരിഞ്ഞു പോവല്ലേ. അതുപോലെ തന്നെ ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്നാൽ എന്താണ്? കാപ്പിലറീസ് ആർ ദ തിൻ ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നേർത്ത കുഴലുകളുണ്ട്, അതിനെയാണ് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികൾ എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ ധർമ്മം എന്താണ്? ദ ഹാർട്ട് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഇറ്റ് പമ്പ് ബ്ലഡ് ടു ആൾ പാർട്ട് ഓഫ് ദ ബോഡി. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയമാണ് കേട്ടോ. 2 പോയിന്റ് എഴുതിയിട്ടുള്ളൂ. മനുഷ്യ ഹൃദയത്തിന് മൊത്തം എത്ര അറകളുണ്ട് കുഞ്ഞുങ്ങളെ? 4 എണ്ണമാണ് കേട്ടോ. നെർവ് സിസ്റ്റം എന്നാൽ എന്താണ്? ഈ ചാനലിൻ്റെ ഫുൾ നോട്ട് നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട്, അതാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് എഴുതാഞ്ഞത്. ഈ ഫുൾ നോട്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. ഫുൾ നോട്ട് ഇല്ലെങ്കിലും പാർട്ട് 1 പാർട്ട് 2 ആയിട്ടും ഉണ്ട്. ഞാനത് പിന്നെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ കേട്ടോ. നീ നോക്കിയപ്പോൾ കാണാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, നമ്മൾ ഇട്ടിട്ടുണ്ട്. നെർവ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ എന്നാൽ എന്താണ്? നെർവ് സിസ്റ്റത്തിനാണ് ഞാൻ ഈ NS ഇട്ടേക്കുന്നത് കേട്ടോ. നെർവ് സിസ്റ്റം ഹെൽപ്പ് അസ് ടു റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റൻസ്. നാഡീ വ്യവസ്ഥ എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മെ പ്രതികരിക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മെ പ്രതികരിക്കാൻ സഹായിക്കുന്നതിനെയാണ് നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. 55 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പ്രധാനപ്പെട്ട ഇട്ടിട്ടുണ്ടോ? ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾ ജയിക്കും. പക്ഷെ നമുക്ക് A+ വേണ്ടേ? അപ്പം നമ്മളെന്താ ഇതിൻ്റെ ഓരോ ചാപ്റ്ററും എടുത്ത് 4 ചാപ്റ്റർ വൃത്തിയായിട്ട് ഇനിയിപ്പോൾ എഴുതിയെടുക്കാണ്ട് അതിന് നോക്കി തന്നെ അങ്ങ് പഠിച്ചോ കേട്ടോ. ഇനിയിപ്പോൾ സമയമില്ലല്ലോ കേട്ടോ. അപ്പം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് ഇത് പഠിക്കാവും നിങ്ങൾ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യണേ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.